ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിഷ്ണുവും കാർത്തികയും കൂടി ആ കരാറ് പറയാണ്. അപ്പോൾ വിഷ്ണു ചോദിക്കുകയാണ്, എന്താടോ താൻ പറയുന്നത്, ഒരു കല്യാണമോ എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അത് ആ പാറപ്പുറത്ത് വെച്ചിട്ടുള്ള ആ സംഭാഷണമാണ്, ആ സീനാണ് കാണിക്കുന്നത്. അങ്ങനെ കാർത്തി പറയണ, ഇതാണ് നമുക്ക് ഏറ്റവും നല്ലൊരു കാര്യം, കാരണം നമുക്ക് രണ്ടു പേർക്ക് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗം ഈ ഒരു വിവാഹമാണ് എന്ന് പറയുമ്പോൾ വിഷ്ണു പറയണേ, ഏടോ താൻ വിചാരിക്കുന്നത് പോലെയൊന്നല്ല ശാലിനി, എന്നെ അവൾക്ക് നന്നായി അറിയാം. ഞാൻ മറ്റൊരു പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടില്ല എന്ന്, ജീവൻ പോയാലും കെട്ടില്ല എന്നുള്ള സത്യം അവൾക്ക് അറിയാമെന്ന് പറയുമ്പോൾ കാർത്തി പറയണ, അത് തന്നെയാണ് ഇവിടെ കഥയിലെ ട്വിസ്റ്റ് ഇരിക്കുന്നത്. അത് അവൾക്ക് അറിയണം, കാരണം ജീവൻ പോയാലും വേറൊരു പെണ്ണിനെ കെട്ടില്ല എന്നുള്ളതല്ലേ അവളുടെ തോന്നൽ, ശാലിനിയുടെ തോന്നൽ. എങ്കിൽ നമുക്കത് ആ തെറ്റിദ്ധാരണ മാറ്റിയെടുക്കാം. എടോ താൻ ഇന്നലെ കണ്ട പെണ്ണിനെ ഞാൻ എങ്ങനെ വിവാഹം കഴിക്കൂടോ എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ അത് തന്നെയാണ് പറയുന്നത്. നമുക്കിടയിൽ ഇന്നലെ കണ്ട പെണ്ണ്, പക്ഷേ മുമ്പെങ്ങോ പരിചയമുള്ളതുപോലെ നമ്മൾ പെരുമാറണം. കാരണം ഞാൻ ഒരുപാട് കാലമായി സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയാണെന്നുള്ളത് വിഷ്ണു ശാലിനിയുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കണം. കാരണം വിഷ്ണുവിനെ അറിയാത്ത പല കാര്യങ്ങളും ശാലിനിയിൽ ഉണ്ടെന്നല്ലേ പറഞ്ഞത്. ആ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുമാണല്ലോ നമ്മൾ ഈ വിവാഹം നടത്തുന്നത്. പിന്നെ എന്താ പേടിക്കാനുള്ളത്? കാരണം ശാലിനിയുടെ ഉള്ളറിയാനും, അതുപോലെ ശാലിനി അങ്ങ് മനസ്സിൽ കരുതട്ടെ, വിഷ്ണുവിനും ഉണ്ട് പഴയകാല ചരിത്രങ്ങളൊക്കെ, കുറേ അറിയാത്ത പേജുകൾ കിടക്കുന്നുണ്ടെന്ന് ശാലിനി അങ്ങ് കരുതിക്കോട്ടെ. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കണമെന്ന് പറയുമ്പോൾ ഇതൊക്കെ അങ്ങനെ അങ്ങ് വർക്കാവും എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും വർക്കാവും. അത് വർക്കാക്കൽ നമ്മുടെ കഴിവ്. കാരണം നമ്മുടെ ലക്ഷ്യം എന്താണ്? ഇത് ആരെങ്കിലും കണ്ടുപിടിച്ചാൽ എന്താ കാട്ടുക? നിൻ്റെ അഡ്രസ്സും വിത്തും പേരൊക്കെ വെച്ച് ശാലിനി പോവും. ശാലിനി പോയി കഴിഞ്ഞാൽ നിന്നെ പിടിക്കപ്പെടും. അപ്പം നീ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതിനും വേറെ വഴിയുണ്ട് വിഷ്ണുവേട്ടാ. ഒരു കാര്യം ചെയ്താൽ മതി. എന്തെന്ന് വെച്ചാൽ എൻ്റെ അഡ്രസ്സും പേരും കറക്റ്റ് കൊടുക്കരുത്. എൻ്റെ പേര് കറക്റ്റ് ആയെങ്കിലും അഡ്രസ്സ് കറക്റ്റ് ആവരുത്. അഡ്രസ്സ് തിരുത്തി കൊടുത്താൽ അവർ കണ്ടുപിടിക്കുമ്പോഴേക്കും നേരം പിടിക്കില്ല. എന്നാലും ശാലിനി കണ്ടെത്തുമെന്ന് പറയണത് അത് തന്നെയാണ് നമുക്കും വേണ്ടത്. ആ രണ്ടാഴ്ചക്കുള്ളിൽ ശാലിനി മനസ്സിൽ കൊണ്ടുകിടക്കുന്ന ആ രഹസ്യം എന്തെന്ന് വിഷ്ണുവേട്ടൻ കണ്ടെത്തണം. കാരണം ഒരു പെണ്ണിന് ജീവിതത്തിൽ ഏറ്റവും വലുതെന്ന് വെച്ചാൽ തൻ്റെ ഭർത്താവ് വേറൊരുത്തിയെ കല്യാണം കഴിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഏതൊരു രഹസ്യവും ഉള്ളിൽ മറച്ച് പിടിക്കാൻ കഴിയില്ല. എന്നാൽ ഒരാണിനെ അങ്ങനെയല്ല, ഏത് രഹസ്യവും പുറത്തോട്ട് കൊണ്ടുവരാൻ കഴിയും. അങ്ങനെയുണ്ട്. അത് വെച്ച് നമുക്ക് ശാലിനിയെ നമ്മുടെ വരുത്തിക്ക് വരുത്താം എന്ന് പറയുമ്പോൾ താൻ പറയുന്ന ഐഡിയ ഒക്കെ ശരിയാവുമോ എന്ന് പറയുമ്പോൾ തീർച്ചയായും ശരിയാവും. കാരണം 2 ആഴ്ചയാണ് എനിക്കും ആവശ്യം. എനിക്കും 2 ആഴ്ച തന്നെ മതി. കാരണം ശാലിനി ഈ സത്യങ്ങളെല്ലാം തിരിച്ചറിയണം. ഞാൻ വിഷ്ണുവേട്ടൻ എന്നെ സ്നേഹിച്ചിട്ടില്ലെന്നും വിഷ്ണുവേട്ടൻ്റെ യഥാർത്ഥ ഭാര്യയല്ലെന്നും എന്നൊക്കെ തിരിച്ചറിയണം. താലി കെട്ടിയിട്ടില്ലെന്നും തിരിച്ചറിയണം. അതിന് 2 ആഴ്ചയ്ക്ക് ശാലിനിക്ക് കൊടുത്താൽ മതി. അപ്പോഴേക്കും ശാലിനിയുടെ വായിൽ നിന്നുള്ള സത്യങ്ങൾ തിരിച്ചറിയണം. കാരണം ഒരു പെണ്ണ് മനസ്സിൽ കൊണ്ട് നടക്കുന്ന, എൻ്റെ ഭർത്താവ് വേറൊരുത്തിയെ നോക്കില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആ ഭർത്താവ് വേറൊരു താലി കെട്ടി എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ തീർച്ചയായും അവളുടെ സത്യങ്ങൾ പുറത്തോട്ട് വരുമെന്ന് പറയണ്ട. അപ്പോൾ ഇതൊക്കെ കേട്ട് അവർ കൈ കൊടുക്കണം. എന്നാൽ ഈ സമയം ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നീട് അവർ വിഷ്ണുവും കാർത്തിയും റൂമിൽ നിന്ന് സംസാരിക്കുന്ന ആ സീനാണ് കേട്ടോ. വിവാഹം കഴിഞ്ഞ അന്നത്തെ സീനാണ്. അപ്പോൾ കാർത്തി പറയണേ, എൻ്റെ ഹർഷൻ നല്ല പഠിപ്പും വിവരവും വിദ്യാഭ്യാസം ഒക്കെ ഉള്ളവനാണ്. MBBS ഫസ്റ്റ് റാങ്കോട് കൂടി പാസ്സായ ഒക്കെ ഉള്ളവനാണ്. പക്ഷെ അവനെന്ത് ചെയ്യാൻ? അവന് വിദേശത്ത് പോകണം, എന്നിട്ട് അവിടെ കൂടുതൽ ശമ്പളം കിട്ടും. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ ഒന്ന് കൂടുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ എന്നിൽ നിന്ന് അങ്ങ് പോയി. അന്നും അവനോട് ഞാൻ പറഞ്ഞിരുന്നു, നീ സാമ്പത്തികമായി വരുമ്പോൾ ഒരു പക്ഷേ ഞാൻ വേറൊരുത്തൻ്റെ ബെഡ്റൂമിലായിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞ അങ്ങനെ തന്നെ സംഭവിച്ചില്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ കാർത്തിക് അറിയുന്ന സമയത്ത് വിഷ്ണുവിൻ്റെയും കണ്ണറിയാതെ അറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയം വിഷ്ണു പറയണേ, അങ്ങനെ നീ മനസ്സിൽ കരുതണ്ട. നീ ഇപ്പോൾ നിൻ്റെ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ടില്ലേ? ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ലക്ഷ്യം നേടാൻ വേണ്ടിയാണ് ഞാൻ ഈ വഴി തിരഞ്ഞെടുത്തത്. കാരണം എനിക്ക് എൻ്റെ വീട്ടിലോട്ട് തിരിച്ചു പോയി കഴിഞ്ഞാൽ എന്നെ ജയകൃഷ്ണൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആളുകളെ കൊണ്ട് കെട്ടിക്കും. അങ്ങനെയാണ് എൻ്റെ വീട്ടുകാർ. എൻ്റെ സ്നേഹം അവർ തിരിച്ചറിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിലോട്ട് തിരികെ പോവാതിരിക്കാൻ ഞാൻ ഈ ഒരു കടുങ്കൈ ചെയ്യാൻ ഒരുങ്ങാണെന്ന് ഇങ്ങനെ ഇവിടെ കാർത്തി പറയണേട്ടാ. അപ്പോൾ അതൊക്കെ കേട്ട് വിഷ്ണു പറയണേ, എന്തായാലും നീ ഇങ്ങനെ അകന്ന് നിന്ന് സംസാരിക്കണ്ട. ഇനി ഇവിടെ ചെയറിലിരുന്നു, എൻ്റെ കട്ടിലിരിക്കുന്നില്ലെങ്കിൽ ഒരു ബെഡ്റൂമിൽ ഒന്നായി എന്ന് കരുതി നീ പേടിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയട്ടെ. അങ്ങനെ കാർത്തി അവിടെ ഒരു ചെയറിലിരിക്കുകയാണ്. അപ്പോൾ ഇതേ സമയം നിങ്ങളുടെ ഭാര്യ ശാലിനി അറിഞ്ഞിട്ടുണ്ടാവുമോ? അവൾക്കത് താങ്ങുമോ എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു ആകെ ഞെട്ടിക്കൊണ്ട്, അതാണ് എൻ്റെയും ടെൻഷൻ. അവൾക്കത് താങ്ങുമോ എന്നുള്ളതാണ് എൻ്റെയും പേടി. അതറിഞ്ഞു കഴിഞ്ഞാൽ അവളത് എങ്ങനെ അംഗീകരിക്കുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു ഭയങ്കര ടെൻഷനോട് കൂടി പറയുമ്പോൾ അവിടെ കാർത്തി പറയണേ, ഞാൻ നിങ്ങളെ കണ്ടത് മുതൽ എനിക്ക് ഒരു കാര്യത്തിൽ നിങ്ങളോട് വല്ലാത്തൊരിത് തോന്നുന്നു. നിങ്ങളുടെ ഭാര്യയെക്കുറിച്ച് നിങ്ങൾക്ക് വല്ലാത്തൊരു സ്നേഹമാണ് ഭാര്യയോട്. കാരണം ഒരു അമ്മ ഒരു കുഞ്ഞിനെ കൊണ്ട് നടക്കുന്ന പോലെയാണ് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ കൊണ്ട് നടക്കുന്നത്. അത്രയും സ്നേഹം, വിശ്വാസമാണ്. വിഷ്ണുവേട്ടൻ്റെ മാനസിക ടെൻഷനല്ല നോക്കുന്നത്, ഇവിടെ ശാലിനിയുടെ ടെൻഷനാണ് നോക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ
വിഷ്ണു പറയണേ ഞാനിങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത്, അവൾ എന്തിനാണ് ഇപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മറച്ചു വെക്കുന്നത്, എന്ത് ചോദിച്ചാലും അവൾ സത്യത്തിലോട്ട് വരുന്നില്ല, നേരായ ഒരു മാർഗത്തിലോട്ട് വരുന്നില്ല എന്ന് എൻ്റെ കൺമുന്നിലോട്ടും വരുന്നില്ല. പക്ഷേ എനിക്ക് മധുശ്രീയിൽ നിന്ന് ഒരു ഒളിച്ചോട്ടം, മധുശ്രീ അല്ലെങ്കിൽ എൻ്റെ അമ്മ വേറൊരു പെണ്ണിനെ കല്യാണം കഴിപ്പിക്കുമെന്ന് ഞാൻ തന്നോട് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഒരു ഒളിച്ചോട്ടം നിന്ന നിലക്കാണ് ഞാൻ എന്നെ താലി കെട്ടിയത്, എനിക്ക് സത്യം കണ്ടെത്തണം എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ട്. അപ്പോൾ അതൊക്കെ കേട്ട് അത് തീർച്ചയായും നടക്കുമെന്നിങ്ങനെ തിരിച്ച് ഈ പെൺകുട്ടിയും പറയണേ, അതായത് കാർത്തിയും പറയണ കേട്ടോ. അപ്പോൾ കാർത്തിയോട് വിഷ്ണു പറയണേ, നമുക്കിടയിൽ റൂമിൽ അകൽച്ച ഉണ്ടാവാം, പക്ഷേ പുറത്താവുമ്പോൾ നമ്മൾ എപ്പോഴും അടുത്തായിട്ട് പെരുമാറണം, ഒരു ഭാര്യ ഭർത്താവ് എന്ന നിലക്ക് തന്നെ പെരുമാറണം. കാരണം എന്നെ എല്ലാവർക്കും ഇവിടെ വലിയ ഇഷ്ടമായിരുന്നു, അതുപോലെ തന്നെ ഞാൻ ശാലിനി എന്ന് വെച്ച ജീവൻ കളഞ്ഞിരുന്ന ആളാണെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ പുറത്ത് നമ്മൾ നല്ല അടുത്ത് പെരുമാറണം, ഒരിക്കലും അവർക്കിടയിൽ ഒരു സംശയം ഉണ്ടാക്കുന്ന രീതി ആവരുത് എന്ന് പറയുമ്പോൾ ഓക്കെ എന്നും അത് ഇങ്ങനെ കാർത്തി പറയാൻ കേട്ടോ. പിന്നീടാണെങ്കിലോ കാണിക്കുന്നത് ശാലിനിയാണ്. ശാലിനി ഇങ്ങനെ ഓരോരുത്തർക്ക് ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴൊന്നും വിഷ്ണുവിൻ്റെ വിവരം കിട്ടുന്നില്ല. അപ്പോഴാണ് ശ്യാമയുടെ ഫോൺ വരുന്ന, കൂടെ ശാരദാമ്മയുണ്ട് കേട്ടോ. അപ്പോൾ എന്താ മോളെ ശ്യാമയെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കുഞ്ഞേച്ചി ഒരു പ്രശ്നമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആ പ്രശ്നങ്ങളെല്ലാം വിശദീകരിക്കുകയാണ് കേട്ടോ. അതൊക്കെ കേട്ട് ആകെ ഞെട്ടിപ്പോവാണ് ശാലിനി. പിന്നീട് ശാലിനിയുടെ കൈകളിൽ നിന്ന് ആ ഫോൺ അങ്ങ് വീഴാണ്. ഇതേ സമയം ശാരദാമ്മ എന്ത് പറ്റിയൊരു മോളെ എന്ന് പറയുമ്പോൾ ശാലിനിയുടെ കണ്ണൊക്കെ ഇങ്ങനെ മറിഞ്ഞു പോകുന്നു, ബോധം ഇങ്ങനെ പോകുന്ന ആ ഒരു അവസ്ഥ എത്തുന്നു, തളർച്ച വരുന്നത് പോലെ എന്തൊക്കെയോ സംഭവിക്കുന്നു. ഷാനിക്ക് എന്തിൽ നിന്നും മറ്റുള്ളവർക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അത്രയും അവസ്ഥയിലോട്ട് ഷാനി ഇങ്ങനെ തളർന്നു വീഴാണ് വിഷ്ണു കല്യാണം കഴിച്ചെന്ന് സത്യം അറിയുമ്പോൾ. ഇതേ സമയം രാമേട്ട ഒരു സൈഡിലോട്ട് വണ്ടി നിർത്താണ്. അങ്ങനെ ശാലിനി ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നീട് ശാലിനിയോട് കുഴഞ്ഞു വീഴാണ്. അങ്ങനെ ശാലിനി പോയി, എൻ്റെ വിഷ്ണുവേട്ടൻ പോയി എന്നിങ്ങനെ പറയുമ്പോൾ രാമേട്ടൻ എന്ത് ചെയ്യുന്ന, തലയിലുള്ള തൊപ്പി എടുത്ത് താഴെ വെക്കണം കേട്ടോ. വിഷ്ണുവേട്ടൻ പോയി എന്ന് പറയുമ്പോൾ മരിച്ചെന്നായിരിക്കും എന്ന് കരുതിയിട്ട് തലയിലുള്ള ആ തൊപ്പിയൊക്കെ എടുത്ത് താഴെ വെക്കുന്നു കേട്ടോ. ഈ സമയം ശാരദാമ്മ മോളെ മോളെ എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിലും മധുശ്രീയാണ് കാണിക്കുന്നത്. മധുശ്രീക്ക് യാതൊരുവിധ സമാധാനവുമില്ല. കാരണം വിഷ്ണുവിൻ്റെ വീട്ടിൽ പന്തൽ കെട്ടിയോ, വിഷ്ണു മരിച്ചോ, വിഷ്ണുവിൻ്റെ ഡെഡ് ബോഡി കൊടുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടി സത്യഭാമയുടെ ഗേറ്റിന് വെളിയിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ സത്യഭാമയുടെ ഗേറ്റിന് വെളിയിൽ വന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ പന്തലും ആളിനൊക്കെ ഒന്നും കാണാനില്ലല്ലോ, എവിടെ പോയി, ഇയാൾ മരിച്ചില്ലേ, ഇയാൾ മരിച്ചോ, അതോ ഇനിയിപ്പോൾ മോർച്ചറിയിലായിരിക്കും, മോർച്ചറിയിലായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ സത്യഭാമ കാണാൻ ഒരു പെൺകുട്ടിയെയും കൊണ്ട് പുറത്തോട്ട് ഇറങ്ങി വരുന്നേട്ടാ. അത് കാർത്തിയായിരിക്കും. കാർത്തികയും കൊണ്ട് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങി വരികയാണ്. അപ്പോൾ ഈ സമയം സത്യാമ്മ പറയുന്നുണ്ട്, മോളെ ഇതൊക്കെ ശരിക്കും ചെയ്യേണ്ടത്, ഈ വീടും പരിസരമൊക്കെ കാണിച്ചു തരേണ്ടത് ഒന്നെങ്കിൽ ഭർത്താവിൻ്റെ അനിയൻ്റെ ഭാര്യ അങ്ങനെയുള്ളവരൊക്കെ ആയിരിക്കണം, നാത്തൂന അങ്ങനെ ഉള്ളവരൊക്കെ ആയിരിക്കണം. പക്ഷെ ഇവിടെ ആർക്കും അത് കാണിച്ചു തരില്ല. കാരണം എല്ലാവർക്കും ഇവിടെ ശാലിനി പ്രേമമാണ്, ശാലിനിയോടുള്ള ആ ഒരു ഇതിൽ നടക്കാണ്. അപ്പോൾ ശാലിനി ആയതുകൊണ്ട് തന്നെ നിനക്കത് ചെയ്തു തരില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മധുശ്രീ ഇതിപ്പോൾ ഏതാ പുതിയ അവതാരം, ഇവർക്ക് എന്താ ഭ്രാന്തായ, ഇവരുടെ മകൻ മരിച്ചു എന്നറിഞ്ഞിട്ട് ഇവർക്ക് ഭ്രാന്തായ, മകൻ മരിക്കാൻ പോയിരിക്കുകയാണെന്ന് അറിഞ്ഞിട്ട് ഇവരെന്തേ ശരിക്കും കാട്ടുന്നത് എന്നൊക്കെ പറയുമ്പോൾ സത്യാമ്മ പറയണേ, ഒരു പുതിയ പെൺകുട്ടി വന്നു കഴിഞ്ഞാൽ വീടും പരിസരമൊക്കെ കാണിച്ചിട്ടുണ്ട് അവരാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ശാലിനിയോടുള്ള ഇഷ്ടം കൊണ്ട് എൻ്റെ മകനും ആ ഭ്രാന്ത് പിടിച്ച് നടക്കുകയായിരുന്നു, ശാലിനി പുരാണത്തിൽ നടക്കുകയായിരുന്നു. ഇപ്പോഴവനക്ക് ബോധം വെച്ചു, അത് ആ ഒരു ബോധം നീ തെളിയിച്ചു കൊടുത്തു എന്ന് തന്നെ പറയാം, നീയാണ് അതിന് കാരണക്കാരി എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടാ. അപ്പോൾ ഈ സമയം അവിടെ ഇങ്ങനെ കാർത്തിക് ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. ഇതേ സമയം ഇതൊക്കെ കേട്ട് മധുശ്രീ ആകെ ഞെട്ടാണ്. ഈ വിഷ്ണുവിൻ്റെ ഭാര്യയാണ് ഇവളെന്ന് പറയുമ്പോൾ മധുശ്രീ ആകെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി റിവ്യൂ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ശാലിനി അറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ശാരദാമ്മയോട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് ഇനി അടുത്ത് നടക്കാൻ പോകുന്നത്. ഇത് കഴിഞ്ഞാൽ ഇനി ശാലിനി വിഷ്ണുവിൻ്റെ മുന്നിൽ സത്യങ്ങൾ തുറന്നു പറയാൻ വരുന്ന ആ കിടുക്കൻ സീനാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ.